ഫ്രാൻസിൽ നിർമ്മിക്കുന്ന തിളക്കമുള്ള വൈനിനെ കുറിച്ച് കേൾക്കാത്തവരെ അധികം ആരും ഉണ്ടാവില്ല. ആഘോഷങ്ങളിൽ ഇവ നിറസാന്നിധ്യമാണെങ്കിലും മലയാളികൾക്കിടയിൽ അത്ര സുപരിചിതനുമല്ല. ഷാംപെയിൻ മദ്യമായി വലിയ അടുപ്പമില്ലെങ്കിലും വാഹനങ്ങളുമായി കുറച്ച് ബന്ധമുള്ളവർ കേട്ടിരിക്കുവാൻ ഇടയുള്ള ഒരു പേരായിരിക്കും ഷാംപെയിൻ. റോൾസ് റോയ്സ് പോലുള്ള ആഡംബര വാഹനങ്ങളിൽ ഷാംപെയിന് വേണ്ടി പ്രത്യേകം സ്റ്റോറേജ് സ്പേസ് നൽകുന്നതായി ഈ കൂട്ടർ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഷാംപെയിൻ എങ്ങനെ ഫ്രാൻസിൽ നിർമ്മിക്കുന്നു എന്ന് നോക്കിയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 26 ഇലക്ട്രോണിക്സിന്റെ എനർജി ലെവലിലേക്ക് സ്വാഗതം. ഷാംപെയിൻ ഇൻഡസ്ട്രീസിന് കുറച്ച് നിയമങ്ങളും റെഗുലേഷനും എല്ലാം ഉണ്ട്. അത്തരത്തിലുള്ള ഒരു റെഗുലേഷനാണ് ഷാംപെയിൻ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന മുന്തിരി ആ ഷാംപെയിൻ റീജിയനിൽ തന്നെ കൃഷി ചെയ്യണം എന്നുള്ളത്. ഷാംപെയിൻ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു ചെറിയ ഏരിയയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് ഷാംപെയിൻ എന്ന പേരും ഈ ഒരു വൈന് ലഭിച്ചത്. ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന 3 ഇനം മുന്തിരികൾ മാത്രമേ ഷാംപെയിൻ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുള്ളൂ. പിനോ നുവ, പിനോ മോന്യെ, വൈറ്റ് ഷാഡോനെ എന്നിവയാണ് ആ മുന്തിരികൾ. കൂടാതെ ഇവയുടെ വിളവെടുപ്പിനും തിരഞ്ഞെടുപ്പിനും അവയുടെ നീരെടുക്കലിനും ഫെർമെന്റേഷനും കാലപ്പഴക്കം തീരുമാനിക്കുന്നതിനും എല്ലാം ഓരോ നിയമങ്ങളുണ്ട്. കൃഷിക്കാർ സെപ്റ്റംബർ പകുതിയിൽ വെച്ച് കൃഷിയിടങ്ങളിലെ മുന്തിരികൾ വിളവെടുക്കുന്നു. പിന്നീട് ഇൻഡസ്ട്രിയിൽ വെച്ച് ഈ മുന്തിരികൾ പിഴിഞ്ഞ് അവയുടെ നീര് ഫിൽട്ടർ ചെയ്ത് ശേഖരിക്കുന്നു. ഓക്ക് മരത്തിന്റെ തടിയിൽ നിർമ്മിച്ച ബാരലുകളിലാണ് പരമ്പരാഗത രീതിയിലുള്ള വൈൻ ഫെർമെന്റേഷൻ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ആദ്യം ആ ബാരലിലെ ബാക്ടീരിയാസിനെ മുഴുവൻ നശിപ്പിക്കണം. സൾഫർ ഡിസ്ക് കത്തിച്ച് ബാരലിന്റെ സൈഡിലുള്ള ഹോൾ വഴി ഉള്ളിലേക്ക് കടത്തുന്നു. അതിനുശേഷം ഈ ഹോളും അടയ്ക്കുന്നു. സൾഫർ കത്തിയ പുക മൂലം ബാരലിനുള്ളിലെ ബാക്ടീരിയാസ് മുഴുവൻ ഇവിടെ വെച്ച് നശിച്ചു പോകും. എന്നാൽ പുത്തൻ രീതിയിൽ ഷാംപെയിൻ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രീസ് ഓക്ക് ബാരൽസിന് പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം ടാങ്കുകളിൽ മുന്തിരി ജ്യൂസ് നിറച്ചതിനു ശേഷം ഫെർമെന്റേഷൻ നടക്കുന്നതിനായി അതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നു. ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഈ ഈസ്റ്റ് ഷുഗർ പാർട്ടിക്കിൾസിനെ കൺവെർട്ട് ചെയ്ത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുമാക്കി മാറ്റുന്നു. ഈ ഒരു സമയത്ത് 10% ആൽക്കഹോൾ ലെവൽ ഈ ഒരു ടാങ്കിലെ വൈനിൽ ഉണ്ടാകും. മാത്രവുമല്ല, ടാങ്കിന് മുകളിലായി കുമിളകളുടെ അളവും വളരെ കുറവായിരിക്കും. ഇതിനു കാരണം പ്രത്യേക രീതിയിൽ ഈ ടാങ്കിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. ഫെർമെന്റേഷൻ ഉപയോഗിക്കുന്ന ഓരോ ടാങ്കും ഓരോ ബാരലും പ്രത്യേകം അവയിലെ ജ്യൂസ് എവിടെ നിന്ന് ശേഖരിച്ചു എന്നതിനനുസരിച്ച് ലേബിൾ ചെയ്തിരിക്കും. കാരണം ഓരോ മുന്തിരി ജ്യൂസിനും അവയുടെ ഉത്ഭവ പ്രദേശങ്ങൾക്കനുസരിച്ച് രുചിയിലും മാറ്റം വരാറുണ്ട്. മണ്ണിൻ്റെ ഘടനയും അവയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിലെ മാറ്റവുമാണ് ഇത്തരം രുചിമാറ്റങ്ങൾക്ക് കാരണം. ആദ്യത്തെ ഫെർമെന്റേഷന് ശേഷം ഇവയുടെ ബ്ലെൻഡിങ് ആരംഭിക്കുന്നു. വിദഗ്ധരായിട്ടുള്ള വൈനേഴ്സ് ഇവയുടെ യഥാർത്ഥ ടേസ്റ്റും മണവും ലഭിക്കുന്നത് വരെ പലതരത്തിലുള്ള കോമ്പിനേഷൻ പരീക്ഷിക്കുന്നു. അതിനുശേഷം കുപ്പിയിലാക്കിയ ഈ വൈൻസ് രണ്ടാമതും ഫെർമെന്റേഷന് വിധേയമാക്കുന്നു. ഇതിനു വേണ്ടി ഈ ബോട്ടിൽസിൽ ഈസ്റ്റും ഷുഗറും ആഡ് ചെയ്ത് തണുവുള്ള നിലവറകളിൽ 5 ആഴ്ച സൂക്ഷിക്കുന്നു. രണ്ടാമതുള്ള ഈ ഫെർമെന്റേഷൻ വഴി ഈ വൈൻസിൽ ആൽക്കഹോൾ ലെവൽ വീണ്ടും 12.5% ഉയരുന്നു. രണ്ടാമതുള്ള ഈ ഫെർമെന്റേഷന് ശേഷം ഷാംപെയിൻ ബോട്ടിലിന്റെ വായുഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുന്നു. ഇത് ഏകദേശം 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നീട് നിലവറകളിൽ നിന്നെടുക്കുന്ന ഈ ബോട്ടിൽസ് മെഷീനുകളുടെ സഹായത്തോടെ അതിൻ്റെ നെക്ക് ഭാഗം ഫ്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി അതിലെ ഈസ്റ്റിൻ്റെ അവശിഷ്ടങ്ങൾ തണുത്ത് ഐസ് ക്യൂബായി കോർക്കിൻ്റെ അടിഭാഗത്തായി കൂടിച്ചേരുന്നു. രണ്ടാമത്തെ ഫെർമെന്റേഷൻ വഴി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബോട്ടിലിൻ്റെ കോർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലെ ഐസ് ക്യൂബിനെയും കൂടി ചേർത്ത് തള്ളിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഈ ഒരു പ്രോസസ്സിനെ ഡിസ്ഗോർജിൻസ് എന്നറിയപ്പെടുന്നു. അതോടൊപ്പം ഷാംപെയിൻ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി വർക്കേഴ്സ് ഈ ബോട്ടിൽ തിരിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഇതിലെ സ്മെല്ല് നോക്കി വൈൻ നാശമായിട്ടില്ല എന്നും ഉറപ്പുവരുത്തുന്നു. പിന്നീട് വൈനേഴ്സ് കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന ഒരു ലിക്കർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് ഷാംപെയിനെ ബ്രൂട്ട്, സെക്, ഡെബി സെക് എന്നീ 3 ലെവലുകളായി തിരിക്കുന്നു.
പിന്നീട് മെഷീൻസ് ബോട്ടിലിനെ പുതിയ കോർക്ക് വെച്ച് വയർ ക്യാപ്പ് ചെയ്യുന്നു. പിന്നീട് മറ്റൊരു മെഷീൻ ഈ ബോട്ടിലിനെ കറക്കിക്കൊണ്ട് അതിലെ ലിക്കർ മുഴുവനായി മിക്സ് ചെയ്യുന്നു. പിന്നീട് ഇത് വീണ്ടും 3 മാസത്തോളം നിലവറയിൽ തന്നെ സൂക്ഷിക്കുന്നു. നിലവറയിൽ നിന്നെടുക്കുന്ന ഇവ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വഴി കടത്തിവിടുന്നു. അതിനുശേഷം ഓരോ കുപ്പിയിലും എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ബോഡീസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ബോട്ടിൽസിന്റെ നെക്കിൽ ഗോൾഡൻ പേപ്പർ ഫോയിൽ കൊണ്ട് കവർ ചെയ്യുന്നു. മറ്റൊരു മെഷീൻസ് കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് ഈ ഫോയിൽ പേപ്പറിനെ കോർക്കിനോട് ചേർത്ത് വയ്ക്കുന്നു. അവസാനമായി ലേബിൾസ് കൂടി ഈ ബോട്ടിലിൽ ചേർത്ത് കഴിഞ്ഞാൽ ഷാമ്പയിൻ റെഡി.